ഇപ്പോൾ സലീം കുമാറിൻ്റെ മൃതദേഹം പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഈ മൃതദേഹം അവസാന ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. പൊതുദർശനം ഏതാണ്ട് അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രവിത ലക്ഷ്മി അവിടെ നിന്നും ചെറിയാട് ചിറ്റാറ്റുകരയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പ്രവിത ലക്ഷ്മി ഉള്ളത്. പ്രവിത, ചടങ്ങുകൾ ആരംഭിക്കാറായോ? എന്താണ് വിവരങ്ങൾ? അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ അന്ത്യകർമ്മങ്ങൾക്കായി എടുക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവിത ലക്ഷ്മി, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഏറെ വ്യക്തതയോടെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു നടൻ, മഹാകലാകാരനെല്ലാമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇതാ സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് മതപരമായ ചടങ്ങുകളുടെ താല്പര്യമില്ലാത്തതിനാൽ തന്നെ അത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഈ സംസ്കാര ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിച്ചവർ ഉൾപ്പെടെ നിരവധി പേർ ഈ വീട്ടിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എവിടേക്ക് ആളുകളുടെ ഒഴുക്കാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കാരത്തിനായി എടുത്തിട്ട് പോലും ആളുകളുടെ ഒഴുക്ക് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തോടൊപ്പം ഈ സിനിമാ രംഗത്ത് ശോഭിച്ച നിരവധി താരങ്ങൾ, മീര ജാസ്മിൻ, പ്രിയ വാര്യർ, അപർണ ബാലമുരളി, ഒപ്പം തന്നെ ടിനി ടോം, ദിലീപ്, ഒപ്പം തന്നെ യുവതാരങ്ങൾ, ഇവരെല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഹൈബീഡൻ MP, ഒപ്പം തന്നെ അൻവർ സാദത്ത്, ജബി മേത്തർ MP തുടങ്ങിയവരും, ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഈ കോൺഗ്രസിൽ അദ്ദേഹം എപ്പോഴും കോൺഗ്രസോട് ചേർന്ന് നിന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇവിടേക്ക് എത്തുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാലും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇനി പോലീസിന്റെ ബ്യൂഗിൾ സല്യൂട്ട് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണെന്ന് മലയാളികൾ കണ്ടതാണ്. 90s കിഡ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾക്ക് വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവന, അദ്ദേഹം നമുക്ക് മുന്നിൽ കെട്ടിയാടിയിട്ടുള്ള നിരവധി കഥാപാത്രങ്ങളെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പലപ്പോഴും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ആളാണ്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് അഭിനയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. കരയിപ്പിക്കുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷെ ചിരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ആ നല്ല അതുല്യ കലാകാരന്മാർക്കൊപ്പം അദ്ദേഹം പലപ്പോഴും നിറഞ്ഞാടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഇടം അത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും വളരെ ഗൗരവമേറിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കോമഡി താരം എന്നുള്ള ഒരു പ്രവിത ലക്ഷ്മിയാണ്. ചിരിയും കണ്ണീരും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് അല്പസമയത്തിനകം സലീം കുമാർ യാത്രയാകും. സലീം കുമാറിന് അന്ത്യകർമ്മങ്ങളിൽ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ലാഫിംഗ് വില്ലയിൽ നടക്കുന്നത്. ചിറ്റാറ്റുകരയിലെ സ്വന്തം വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിന് ചിതയൊരുങ്ങുന്നത്. പോലീസിൻ്റെ ബ്യൂഗിൾ സല്യൂട്ടോടെ അദ്ദേഹം യാത്രയാകും. ചേതനയേറ്റ ഈ ശരീരത്തിന് മുന്നിൽ നിൽക്കുന്ന 10,000 എക്കാലവും അദ്ദേഹത്തിൻ്റെ സിനിമകളെ സ്നേഹിച്ചവരാണ്, ആ സിനിമയെ ഇഷ്ടപ്പെട്ടവരാണ്. ഒരുപക്ഷെ ഒരു നൊമ്പരപ്പൂ പോലെ കൊഴിഞ്ഞു വീഴുമ്പോൾ, ഒരുപക്ഷെ കണ്ണീർ ഓർമ്മയായിട്ട് മാറുമ്പോൾ ഈ മനുഷ്യൻ എത്രയോ കാലം ഇനി സിനിമാ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മകനും സഹധർമ്മിണിയും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളും കാണാം. ഒരു ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീജിത്തെ, അവിടെ ചടങ്ങുകൾ ആരംഭിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണിപ്പോൾ? പൗരപ്രമുഖർ ഇപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യ ചടങ്ങുകൾ ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ എത്തിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ PC വിഷ്ണുനാഥ്, നമ്മുടെ ചലച്ചിത്ര ലോകത്തിൻ്റെ കൂടെ മന്ത്രിയായ PC വിഷ്ണുനാഥ് രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കാനായി
അവിടെയുണ്ട്. അല്പസമയത്തിനകം ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞു. KC വേണുഗോപാൽ പോലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. തൻ്റെ ജീവിതകാലം മുഴുവൻ താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന അഭിമാനത്തോടെ പറയുമായിരുന്ന സലീം കുമാറിന് അന്ത്യ അഭിവാദ്യങ്ങൾ നൽകുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി KC വേണുഗോപാൽ ചിറ്റാറ്റുകരയിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ലാഫിംഗ് വില്ലയിൽ എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഈ നടൻ ബാക്കിയായിരുന്നെങ്കിൽ എത്രയോ കാലം കോൺഗ്രസ്സുകാരൻ്റെ അഭിമാന പ്രതീകമായി അദ്ദേഹം ഈ നാട്ടിലുണ്ടാകുമായിരുന്നു എന്നുള്ള ചിന്ത ഓരോ കോൺഗ്രസ്സുകാരനും ആവേശം പകരുന്ന കാഴ്ച തന്നെ ആയിരിക്കും. ഇപ്പോൾ പ്രവിതാലക്ഷ്മി കൂടി നമുക്കൊപ്പം ചേരുന്നു. അന്ത്യകർമ്മങ്ങൾ പുരോഗമിക്കുകയാണ് അവിടെ. അല്പസമയത്തിനകം ഈ കണ്ണീരോ വേദനയോ അങ്ങനെയുള്ള യാതൊരു വികാരവും ഇല്ലാത്തൊരു ലോകത്ത് Prepare, please set up. Let's stop. Up. Order. Up. Break. Off. ഏറ്റവും അടുത്ത സുഹൃത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശനും എത്തിയിട്ടുണ്ട്. അതുപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. Break. Off. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.